ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഇച്ചായൻ്റെ ആനിപ്പെണ്ണ് ഭാഗം 5, രചന ഫൗസിയ നൗഷാദ്. അലക്സ് പറഞ്ഞത് കേട്ട് അവളുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ അവൾ അവനെ തുറച്ചു നോക്കി. മിന്നു കേട്ടോ, ആര് പറഞ്ഞു നിങ്ങളോടത്? അവളുടെ ശബ്ദം ഒരു വിറയലോടെ ഉയർന്നു. മൃഗങ്ങളെ പോലെ ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ടുവന്ന് താലി കെട്ടുന്നതാണോ നിങ്ങളുടെയൊക്കെ വീട്ടിലെ രീതി? അവളുടെ വാക്കുകളിലെത്തി അലക്സിന്റെ ചുണ്ടിൽ വീണ്ടും ഒരു ചിരി വിടർത്തി. അവൻ അവളുടെ അടുത്തേക്കൊരു ചുവട് വെച്ചു. എന്റെ വീട്ടിലെ രീതികൾ ഞാൻ തീരുമാനിക്കും. പിന്നെ കൊച്ചിനെ പോലൊരു കാന്താരി പെണ്ണിനെ അടക്കി നിർത്താൻ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അവൻ അവളുടെ മുഖത്തേക്ക് ഊളിയിട്ട് നോക്കി. നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ മിന്നുകെട്ട് നടക്കും. ഈ അലക്സിന്റെ മിന്ന് നിന്റെ കഴുത്തിൽ വീഴും മരിയെ. അത് കർത്താവിന്റെ തീരുമാനമാ. അതങ്ങനെ തന്നെ നടക്കും. നിന്റെ ലൂക്കാച്ചായൻ എന്നല്ല, ഏത് കൊമ്പത്തെ ആള് വന്നാലും അങ്ങനെ നടക്കൂ. ഒട്ടും കൂസലില്ലാതെ അലക്സ് പറഞ്ഞു. പിന്നെ നീ ഇവിടെ വന്ന നിന്റെ ചേട്ടായിക്ക് വേണ്ടിയല്ലേ? അപ്പോൾ പിന്നെ അനുസരണയുള്ള കുട്ടിയായിട്ട് ഇവിടെ നിന്നോണം. ആ വാക്കുകൾ ഒരു മുള്ളുപോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചു. അവൾ മറുപടി പറയാൻ തുടങ്ങും മുന്നേ പുറത്ത് മുറ്റത്തൊരു ജീപ്പ് ചീറിപ്പാഞ്ഞ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. അതോടൊപ്പം ഒരു അലർച്ചയും. അലക്സേ, ഇറങ്ങി വാടാ പട്ടി! അത് ലൂക്കാസ് ആയിരുന്നു. ആ ശബ്ദം കേട്ട് അലക്സിന്റെ മുഖത്തെ ചിരിമാഞ്ഞു. പകരം അവിടെ തണുത്തുറഞ്ഞൊരു ഭാവം നിറഞ്ഞു. അവൻ ആൻമരിയെ ഒന്ന് നോക്കി. ദേ, നിന്റെ രക്ഷകൻ വന്നിരിക്കുന്നു. ആൻമരിയയുടെ ഹൃദയം നിലച്ചു പോകുമെന്ന് തോന്നി. ദൈവമേ, വേണ്ടായിരുന്നു. താഴെ ഹാളിൽ നിന്ന് ബഹളം കേട്ടു തുടങ്ങി. അലക്സ് ഒന്നും സംഭവിക്കാത്തതുപോലെ മുറിയുടെ വാതിൽക്കലേക്ക് നടന്നു. പോകുന്നതിന് മുമ്പ് അവൻ തിരിഞ്ഞവളെ നോക്കി. ഇവിടെ തന്നെ ഇരുന്നോണം. പുറത്തിറങ്ങിയ ആ വാക്കുകളിലെ ഭീഷണി പൂർത്തിയാക്കാതെ അവൻ പുറത്തിറങ്ങി. ആ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. താഴെ ഹാളിൽ ലൂക്കാസും കസിൻസായ സണ്ണിയും ജോണിയും രോഷാകുലരായി നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ ഒരു മതിൽ പോലെ നോയലും ലെവിയിൽ നിന്നു. ഞങ്ങളുടെ മുറ്റത്ത് വന്ന് അലറാൻ മാത്രം വളർന്നോടാ നീ? നോയൽ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. എന്റെ പെങ്ങളെ പിടിച്ചുകൊണ്ടുപോയിട്ട് മര്യാദ പഠിപ്പിക്കാൻ വരുന്നോടാ? എവിടെ അവൻ, ആ നാറി? ലൂക്കാസ് അലറി. ഞാൻ ഇവിടെയുണ്ട്. പടികൾ ഇറങ്ങി വരുന്ന അലക്സിന്റെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. അവന്റെ നടത്തത്തിലും നോട്ടത്തിലും ഒരു രാജാവിന്റെ പ്രൗഢി ഉണ്ടായിരുന്നു. അവൻ നേരെ ലൂക്കാസിന്റെ മുന്നിൽ വന്ന് നിന്നു. പാലത്തിങ്കൽ സഹോദരന്മാരും പാറപ്പള്ളിയിലെ ആണുങ്ങളും നേർക്കുനേർ. എവിടെടാ എന്റെ പെങ്ങൾ? ലൂക്കാസ് അവന്റെ കോളറിൽ പിടിക്കാനാനതും അലക്സാക്കായി തട്ടിമാറ്റി. അലക്സിന്റെ ചുണ്ടിൽ വീണ്ടും ആ പുച്ഛം നിറഞ്ഞ ചിരി വിടർന്നു. നിന്റെ പെങ്ങളോ? നിനക്ക് പെങ്ങളുണ്ടായിരുന്നോ? ഞാൻ കണ്ടത് എന്റെ പെണ്ണിനെയാ. ആ വാക്കുകൾ ഒരു തീപ്പൊരിയായിരുന്നു. ആളിക്കത്താൻ തയ്യാറായി നിന്ന രണ്ട് തറവാടുകൾക്കിടയിൽ. ലൂക്കാസ് ആനൊന്ന് അലക്സിന്റെ മുഖത്തേക്ക് ഇടിച്ചു. പക്ഷേ ഐഡി കൃത്യമായി തടുത്ത് അലക്സ് ലൂക്കാസിന്റെ കഴുത്തിന് പിടിച്ചുയർത്തി. എന്റെ വീട്ടിൽ എന്നെ തൊടാൻ മാത്രം ധൈര്യമായോടാ നിനക്ക്? അടുത്ത നിമിഷം ആ ഹാൾ ഒരു യുദ്ധക്കളമായി മാറി. ഇരുപക്ഷവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തുടങ്ങി. മുകളിൽ മുറിക്കുള്ളിൽ താഴത്തെ ബഹളങ്ങൾ കേട്ട് ആൻമരിയെ ഭയന്നു വിറച്ചു. അവൾ വാതിലിൽ ആഞ്ഞടിച്ചു. തുറക്ക്, ദയവ് ചെയ്ത് വാതിൽ തുറക്ക്! അവളുടെ നിസ്സഹായായ വിളി കേട്ട് അലിവ് തോന്നി സോഫിയ വന്ന് വാതിൽ തുറന്നു കൊടുത്തു. നടക്കുന്നതൊന്നും കണ്ടു നിൽക്കാനാവാതെ അമ്മച്ചി വന്ന് അലക്സിന്റെ ലൂക്കയുടെ ഇടയിൽ നിന്നു. എന്റെ പൊന്നു മക്കളെ, ഒന്ന് നിർത്തടാ. അമ്മച്ചിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ ഒക്കെയല്ല. ആ കൊച്ചിവിടെ ഉണ്ട്. എവിടെയാന്ന് വെച്ചാ കൊണ്ടുപൊക്കോ. അമ്മച്ചി പറഞ്ഞതും അലക്സിന്റെ കണ്ണുകൾ മൂർച്ചയോടെ അമ്മച്ചി ഒന്ന് നോക്കി. കയറി നോക്കടാ കൊച്ചിനെ. മുകളിലേക്ക് തിരയാൻ പോകുന്ന സണ്ണിക്കും ചോണിക്കും മുന്നിൽ അലക്സ് വന്ന് നിന്നു. അല്ല മക്കൾ, എന്നതാ എന്റെ വീട്ടിലെ സെർച്ചിന് വന്നതാണോ? കാലും കൈയും തല്ലിയൊടിക്കാൻ ഈ അലക്സിനൊരു മടിയില്ല. പിന്നെ അവൾ ഇവിടെ ഉണ്ട്. അവൾക്ക് സമ്മതമാണെങ്കിൽ അവളെ നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ ഒരുത്തനും ഈ വീട്ടിന് പടി കടന്ന് അവളെ കൊണ്ടുപോവേല. അലക്സാ പറയുന്നത്. സ്വന്തം നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും ലൂക്ക പുച്ഛിച്ചു. എന്റെ പെങ്ങൾ എനിക്കൊപ്പം വരുവേടാ. ഞങ്ങളുടെ പുഞ്ഞാര ആങ്ങളെ കൊന്ന നിന്റെ ഒപ്പം പൊറുക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവളല്ല എന്റെ മരിയ. അലക്സ് പറഞ്ഞു നിർത്തിയതും ആൻ അവിടേക്ക് വന്നു. അവൾ ആരെയും നോക്കാതെ മുഖം കുനിച്ചു പിടിച്ചു. ലൂക്ക ചെന്നവളുടെ കയ്യിൽ പിടിച്ചു. വാ മോളെ, നമുക്ക് പോവാം. ഈ ചെറ്റയുടെ കൂടെ ഒരു നിമിഷം ഇനി നിൽക്കണ്ട എന്റെ കൊച്ച്. അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ മുഖമുയർത്തി അലക്സിനെ നോക്കി. അവന്റെ മുഖത്തൊരു ഭാവഭേദവും ഇല്ല. അർത്ഥം നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ നോക്കി കൂസലില്ലാതെ നിൽക്കുന്ന അവനോട് അവൾക്ക് നീരസം തോന്നി. മോൾ അവനെ നോക്കണ്ട. അവൻ മോളെ ഒന്നും ചെയ്യുകയില്ല. അച്ചായനല്ലയോ പറയുന്നത്? വാ, നമുക്ക് പോവാം. ആൻ അവളുടെ കൈ ലൂക്കയുടെ കയ്യിൽ നിന്ന് വലിച്ചെടുത്തു. പ്രതീക്ഷിക്കാതെ ഉള്ള ആ പെരുമാറ്റത്തിൽ ലൂക്കയും സണ്ണിയും ഒരേപോലെ ഞെട്ടി. എന്നതാ മോളെ? ഞാൻ വരുന്നില്ല അച്ചായ. അച്ചായൻ പൊക്കോ. നിറഞ്ഞു തുടങ്ങി മിഴികളോടെ അവൾ പറഞ്ഞു. എന്നതാ മോളെ? അവനെ പേടിച്ചാണോ നീ ഇങ്ങനെയൊക്കെ? അതിന്റെ ആവശ്യമില്ല മോളെ. അച്ചായനല്ലയോ കൂടെയുള്ളത്? ഇല്ല ഇച്ചായ, ഞാൻ വരുന്നില്ല. നിങ്ങൾ പൊക്കോ. അവളുടെ മിഴികൾ അവനെ നോക്കാതെ മറ്റെവിടെ നോട്ടം ഉറപ്പിച്ചു. അപ്പൊ കൊച്ചിന്റെ വായിൽ നിന്ന് തന്നെ കേട്ടപ്പോ സമാധാനമായില്ലോ ലൂക്കാച്ചായന്? ഇനി പോകാല്ലേ? അലക്സ് ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ലൂക്ക നിസ്സഹായ അവളെ നോക്കി. നീ ഞങ്ങളുടെ കൊച്ചിനെ പേടിപ്പിച്ച് നിർത്തിയേക്കുവാണല്ലേടാ കോപ്പേ. വാ മോളെ, നമുക്ക് പോവാം. ബലമായി മരിയയുടെ കയ്യിൽ പിടിച്ച് ലൂക്ക മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവന് മുന്നിൽ അലക്സ് കയറി നിന്നു.
അങ്ങനെങ്ങ് കൊണ്ടുപോകാനല്ല അലക്സ് അവളെ കൊണ്ടുവന്നത്. അവൾ പറയാതെ നിങ്ങൾ അവളുമായി വീടിന് ഇറങ്ങില്ല. അലക്സിന്റെ ഒച്ച മുഴങ്ങി. അത് പറയാൻ നീ ആരാടാ? അലക്സിന്റെ നേർക്ക് ചെന്ന സണ്ണി അവൻ വയറ്റിനിട്ട് ഇടിച്ച് ദൂരേക്ക് തള്ളി. നോക്കി നിൽക്കാതെ പോവാൻ നോക്കടാ. അലക്സ് മരിയയുടെ കൈയും പിടിച്ച് മേലേക്ക് നടന്നു. എന്റെ കർത്താവ്, ഉടയതമ്പുരാനാണ്, ലൂക്ക വരും. ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോയാൽ നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ വരും. ഇതിനുള്ള നല്ല മുട്ടം പണി നിനക്ക് ഞങ്ങൾ തരും അലക്സേ. നിനക്കും ഉണ്ടല്ലോ ഒരു പെങ്ങള്, ഇല്ലയോ? വാടാ മക്കളെ. കൈ ചൂണ്ടി ഭീഷണി സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ലൂക്ക പിള്ളേരെയും കൂട്ടി പുറത്തേക്ക് പോയി. അവളെ അവിടെ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോകാൻ ലൂക്കയ്ക്ക് അറിയാനിട്ടല്ല, കാര്യമായി തന്നെ അവൻ അവളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഒന്നും കാണാതെ ഒതുങ്ങി കൂടുന്നവളൊന്നുമല്ല തന്റെ പെങ്ങളെന്ന് ലൂക്കയ്ക്ക് ഉറപ്പായിരുന്നു. നാളെ കൂടി നോക്കാം. നിയമപരമായി നേരിടാൻ പറ്റില്ല, മറ്റു വഴികൾ നോക്കണം. മരിയ മുറിയിലിരുന്ന് ജനലിലൂടെ കണ്ടു വന്നവർ തിരികെ പോകുന്നത്. അവൾ നിസ്സഹായമായി നോക്കി നിന്നു. 3 ദിവസം കൂടി കഴിഞ്ഞാൽ മിന്നുകെട്ട് നടക്കേണ്ടതാണ്. പക്ഷെ നാളത്തോടെ ആ സ്വപ്നങ്ങളെല്ലാം തകരും. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പുറകിൽ നിന്ന് കൃത്രിമമായി ചുമച്ചുകൊണ്ട് അലക്സ് വന്നിട്ടും അവൾ അവനെ ഒന്ന് നോക്കിയതേയില്ല. മനസ്സ് നിറയെ അവനോടുള്ള ദേഷ്യവും വെറുപ്പും മാത്രം. കൊച്ചെ, വല്ലതും വേണേ ചെന്ന് കഴിക്ക്, രാവിലെ നമുക്ക് പോവേണ്ടതല്ലയോ? ഗൗരവവും തമാശയും നിറഞ്ഞ സ്വരത്തിൽ അവനവളോട് പറഞ്ഞതും അവളവനെ വെട്ടിത്തിരിഞ്ഞു നോക്കി. നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ നേതനിച്ചാൽ നിങ്ങളെപ്പോലൊരു ചതിയനെ ആണല്ലോ കൂടെ കൊണ്ട് നടന്നതെന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റും. നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ നിങ്ങളെൻ്റെ അച്ചായനെ, അതും പോരാതെ എൻ്റെ മൂത്ത അച്ചായനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നതാ കിട്ടുന്നേ? അവളുടെ സ്വരത്തിൽ രോഷം കലർന്നിരുന്നു. ഒരു സന്തോഷം കൊച്ചേ, ഒരു സമാധാനം. ആ കുടുംബത്തിൽ ഇനിയൊരു സന്തോഷം ഉണ്ടാവേല. നിന്റെ മിന്നുകെട്ട് കണ്ട് സന്തോഷിക്കാമെന്ന് അവിടെ ആരും കരുതണ്ട. അതിനി അലക്സ് സമ്മതിക്കില്ല മരിയ. എൻ്റെ കുടുംബത്തിൻ്റെ ചെയ്ത ഓരോന്നിനും ഈ അലക്സ് പകരം ചോദിച്ചിരിക്കും. നിന്റെ അപ്പനോടും അതേപോലെ നിന്റെ അച്ചായന്മാരോടും. അവൻ്റെ സ്വരത്തിൽ ദേഷ്യവും പകിയും നിറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നാളെ രാവിലെ അവൻ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് പോകുന്നത് അവൾ അറിഞ്ഞു. അവനോട് അവൾക്ക് വല്ലാത്ത നീരസം തോന്നി. നിസ്സഹായത. ഇന്നേ വരെ ഒരുത്തന് മുന്നിലും തോറ്റിട്ടില്ല. ആദ്യമായി ആൻമരി തോറ്റു. ആദ്യമായും അവസാനമായും അലക്സിന് മുന്നിൽ. തൻ്റെ കുടുംബത്തോടുള്ള പകയും പേര് നടക്കുന്ന അവനിൽ നിന്നൊരു ദയ തനിക്ക് കിട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. രാത്രി മുഴുവൻ അവൾ കരഞ്ഞു തളർന്ന ആ മുറിയിലിരുന്നു. മനസ്സ് നിറയെ ആരോണാണ്. ഇതൊക്കെ ആരോൺ അറിഞ്ഞിട്ടുണ്ടാവും. നാളെ എല്ലാവരും കൂടി വരും. എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോകുന്നത്? രാവിലെ സോഫി വന്ന് വാതിൽ തുറന്നതും കരഞ്ഞു തളർന്നുറങ്ങുന്ന ആൻമരിയാണ് കാണുന്നത്. അവളുടെ കൺപോളകൾ വീർത്തിരുന്നു. അവളുടെ ചുവന്നു തുടുത്ത മുഖം കണ്ട് സോഫിയയ്ക്ക് വിഷമമായി. ചേച്ചിക്ക് ഫ്രഷ് ആവാനുള്ളതൊക്കെ ഇതാ, വേഗം ഫ്രഷായി ഈ ഡ്രസ്സ് ധരിച്ച് താഴേക്ക് വന്നോളൂ. അലക്സ ചായം പോവാൻ റെഡിയാവുക. അല്പം മടിയോടെ പറയുന്ന സോഫിയെ അവൾ ഉറ്റുനോക്കി. സോഫിയ തിരികെ നടക്കാൻ തുടങ്ങിയതും ആൻമരി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. എനിക്ക് മിന്നിക്കെട്ട് വേണ്ട സോഫി, പ്ലീസ്. അവൾ നിസ്സഹായമായി സോഫിയോട് പറഞ്ഞതും അവളുടെ കണ്ണുകളും തുളുമ്പിയിരുന്നു. എനിക്ക് വേറെ വഴിയില്ല ചേച്ചി, എന്നോട് ക്ഷമിക്കണം. ഞാൻ താഴെ ഉണ്ടാവും, റെഡിയായിട്ട് വന്നേച്ചാൽ മതി. അത് പറഞ്ഞ് ആനിന്റെ മുഖത്ത് നോക്കാതെ അവളുടെ കൈവിട്ട് സോഫി താഴേക്കോടി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. മണിക്കൂറുകളും. തന്റെ മുന്നിലേക്കുന്ന വസ്ത്രങ്ങളും നോക്കി നിശ്ചലയായി ആനിരുന്നു. കുറച്ചു കഴിഞ്ഞതും വാതിലിലാരോ തട്ടി. വാതിൽ തുറന്ന് അലക്സ് അകത്തേക്ക് വന്നു. ഒരു ബ്ലൂ ഷർട്ടും മുണ്ടുമാണ് അവന്റെ വേഷം. നീണ്ട മുടിയിഴകൾ ഭംഗിയോടെ നെറ്റിയിലേക്ക് വീണ് കിടന്നു. ഇതുവരെ തയ്യാറാവാതെ ഇരിക്കുന്ന ആനിനെ കണ്ട് അവന് വല്ലാത്ത ദേഷ്യം വന്നു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.